പള്ളിക്ക് എഴുതണമെങ്കിൽ അവകാശികൾ സമ്മതിക്കണം. അല്ലെങ്കിലോ 3-1 വരെ എഴുതാൻ ആരുടെയും സമ്മതം ആവശ്യമില്ല. ഇപ്പൊ നോക്കൂ സഹോദരങ്ങളെ, അതില് ഒരാളും മരണപ്പെടുമ്പോ ആ മരണപ്പെടുന്നയാള് ഒരുപാട് സ്വത്തുകാരനാണെങ്കിൽ അവൻ കൊടുക്കേണ്ട കടബാധ്യത ജനങ്ങൾക്ക് അവന്റെ മക്കളിൽ നിന്നും അത് തുടങ്ങുന്നു. സ്വത്ത് പങ്കുവയ്ക്കുന്ന ബാബിൽ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി എല്ലാ പണ്ഡിതന്മാരും സ്വത്ത് എങ്ങനെ പങ്കുവയ്ക്കണം, അത് എവിടെ നിന്ന് തുടങ്ങുന്നു എന്നുള്ളത് പ്രത്യേകം ഫിഖ്ഹിന്റെ കിതാബിൽ ഇൻഷാ അല്ലാഹ് നാളെ പറയാം. എത്ര തീവ്രമാണെന്ന് നോക്കൂ. നിസ്കാരം ജീവിതകാലം മുഴുവനും നിസ്കരിച്ചില്ല. മുസ്ലിം ആണോ എന്ന് ചോദിക്കും, നിസ്കരിക്കാവന്. അതേ അവസരത്തിൽ കടം വാങ്ങിച്ചിരുന്നു. عن عبد الله بن محمد بن عقيل رضي الله عنه عن جابر رضي الله عنه قال توفي رجل فغسلناه وحنطناه وكفناه. ഒരു മനുഷ്യൻ മരിച്ചുപോയി, ഞങ്ങൾ എന്ത് ചെയ്തു? കുളിപ്പിച്ചു. വഹന്നത്നാഹു, ഹനൂത്തുകൾ ഞങ്ങൾ ഇട്ടു. വില കൂടിയ പോത്തറല്ല, മയ്യത്തിന് കോടിക്കണക്കിന് രൂപയുടെ പെർഫ്യൂംസ് അടിക്കാൻ പാടില്ല, വില കുറഞ്ഞ മണ്ണ് മണക്കാനടോ. നീ മണക്കേണ്ടത് നിന്റെ അമല് കൊണ്ട് മണക്കണം. അതെ അതെ, മയ്യത്തിന്റെ റൂഹ് പോകുമ്പോ റൂഹിന്റെ ഹജീദിൽ മുഅ്മിനീങ്ങളുടെ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ റൂഹിനെയും കൊണ്ട് അള്ളാഹുവിലേക്ക് പോകുമ്പോൾ ആകാശത്തുള്ള സർവ്വ മലക്കുകളും എന്തൊരു മണമാണിത്, ആരുടെ റൂഹാണിത് എന്ന് മൂമിന്റെ റൂഹിനെ കുറിച്ച് ചോദിക്കുന്ന ഹജീദ് വളരെ കുറഞ്ഞ. ഹന്നത്നാഹു വകഫന്നാഹു, ഞങ്ങൾ കഫനൊക്കെ പൊതിഞ്ഞു. മയ്യത്തിച്ച് ثم أتينا به رسول الله صلى الله عليه وسلم يصلي عليه. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ അടുത്ത് നിസ്കരിക്കാൻ വന്നു. فقلنا تصلي عليه, നബിയേ ഈ മയ്യിത്തിനെ നമസ്കരിക്കണം നബിയേ. فخطى خطا, പെട്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പോട്ട് വന്നു നിസ്കരിക്കാൻ, ഒരൊറ്റടി കാൽ വെച്ചിട്ട്. ثم قال عليه دين عليه دين, ഇയാൾക്ക് കടമല്ലതുണ്ടോ? മനുഷ്യര് തിന്നാനുള്ള പൈസയാണോ? അള്ള പോലും മാപ്പ് തരാൻ വിസമ്മതിക്കുന്നു. അവനിക്ക് കൊടുക്കാനുള്ള കൊടുക്കണോ? നിസ്കാരത്തിലെ കുറവ് അള്ള സഹിക്കും. അത് റബ്ബിനുള്ളത്. കടം പൈസ പൈസ അവൻ തിന്നാനുള്ളത്, അവന്റെ മക്കൾ തിന്നാനുള്ളത്. പൈസക്ക് പൈസയല്ലേ വേണ്ടത്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലൈഹി ദൈനുൻ, ഇയാൾക്ക് കടമുണ്ടോ? ഖുൽനാ ദീനാറാൻ. അല്ലാഹു അക്ബർ. 2 ദീനാറുണ്ട് നബിയെ. അന്ന് 20 ദീനാറുണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കണം. 20 ദീനാറിനാണ് സക്കാത്ത് എന്ന് പറഞ്ഞാൽ 85 ഗ്രാം. അപ്പൊ 20 ദീനാറ് 1 ഗ്രാം, 1 ദീനാർ എന്ന് പറഞ്ഞാൽ 4.5 ഗ്രാം സ്വർണം ഇന്നത്തെ വില അനുസരിച്ച്. 2 ദീനാറ് കടമുണ്ട് നബിയെ. ഫൻസറഫ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറകോട്ട് വന്നു, നിസ്കരിച്ചില്ല. പുറകോട്ട് വന്നു. ഫൻസറഫ, സഹാബാക്കൾ മനസ്സിലായി. ഫതഹമ്മലഹാ അബൂ ഖതാദ റളിയല്ലാഹു അൻഹു, അബൂ ഖതാദ റളിയല്ലാഹു അൻഹു അവിടെ നിന്നു. ഫാത്തെ, ഞാനത് കൊടുക്കാം. ഏക്കണം മയ്യിത്തിന്. ഏലാൻ ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. പക്ഷെ നമ്മൾ അറിയുന്ന ആളുകളെ ചെന്ന് പിടിച്ച് വാപ്പ ഒരു തരാനുണ്ടോ? ഒരുപാട് നല്ല മക്കളുണ്ട്, അള്ളാഹു അവർക്ക് ബർക്കത്ത് ചെയ്യട്ടെ. ഇൽമു പഠിച്ചാലും പോയി അമൽ ചെയ്യുന്ന മക്കൾ ഒരുപാടുണ്ട്, അവർക്കിത് പ്രയോജനപ്പെടൂ. എല്ലാം ചെയ്യുന്നതല്ലാണ്. ആരെങ്കിലും വല്ലതും തരാനുണ്ടെങ്കിൽ മകനെ കാണാൻ, അല്ലെങ്കിൽ വേറൊരാളെന്ന് പറയുന്നൊക്കെ നല്ല. പക്ഷെ കടം പീഡിപ്പിക്കണത്. തിരിച്ചു നബിയെ, ആ 2 ദീനാർ ഞാൻ കൊടുക്കാം. 2 ദീനാർ ഞാൻ അലയ്യ എന്ന് പറഞ്ഞാൽ ഞാൻ ഏറ്റു. ദീനാറാൻ അലയ്യ. فقال رسول الله صلى الله عليه وسلم وحق الغريب وبرئ منهم الميت. കടക്കാരന് അത് ഹക്ക് കിട്ടുവോ? മയ്യിത്ത് കടത്തിൽ നിന്നും മോചിതനായോ? നബി ചോദിക്കാണ്.
കാലനാം, ഓ നബിയെ ഞാൻ കൊടുക്കൂ. കാലനാം ഫസല്ലാ അലൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചു. സുമ്മ ഖാല ബഅദ ദാലിക ബിയും, പിറ്റേ ദിവസം ഏറ്റുകഴിഞ്ഞാൽ, മയ്യത്തിന്റെ കടം ഒരാൾ ഏറ്റുകഴിഞ്ഞാൽ, മയ്യത്തിന് സ്വത്തുണ്ടോ ഇല്ലയോ, പണക്കാരന്റെ മയ്യത്തിനും വേറൊരാൾ ഏൽക്കാം. ഒരുപാട് പണമുള്ള ഒരാള് മക്കളൊന്നും കൊടുക്കുന്നില്ലെങ്കിൽ അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാനുള്ള എല്ലാ ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. സമയക്കുറവുണ്ട്, ഹദീസുകൾ പറയുന്നത് കേൾക്കാം. മയ്യത്തിന്റെ കടം ഏറ്റുപോയാൽ അത് അവന്റെ ബാധ്യതയിലായിപ്പോയി. ഇനി ആ മരിച്ചവന് സ്വത്തുണ്ടായിരുന്നു, കടമേറ്റവന് ഈ കടത്തിന്റെ പങ്കില് അവിടെ വരാൻ അവർക്ക് അവകാശമുണ്ട്. എന്റെ വാപ്പയുടെ പൈസ ഞാൻ ഏറ്റടോ, ഇനി താഴോന്ന് ചോദിക്കാൻ അവകാശമുണ്ട്. കൊടുത്താലായി, കൊടുത്തില്ലെങ്കിൽ ഇല്ല. പക്ഷെ ഏറ്റവന് കടം വീട് ലിഹാലത്ത്, ഇത് ട്രാൻസ്ഫർ എന്നില്ലല്ലോ, ഡ്രാഫ്റ്റ് അയക്കുന്നില്ലേ, കിതാബുൽ ലിഹാല, പൈസ അയക്കുന്ന, അത് വേറെ. കടം ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു രീതിയുണ്ട്, കടം ട്രാൻസ്ഫർ ചെയ്യല്. അപ്പൊ മയ്യത്തിന് ഏറ്റുപോയാൽ കൊടുക്കണം. പിറ്റേ ദിവസത്തും പിറ്റേ ദിവസം ദീനാറാൻ, സുബ്ഹാനല്ലാഹ്, സഹാബി ഏറ്റുകഴിഞ്ഞു. ആ 2 ദീനാർ എന്ത് ചെയ്തു? ആര് ചോദിക്കുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഖുതാദ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നു. ഫഖാല ഇന്നമാ മാത അംസി യാ റസൂലല്ലാഹ്, ഇന്നലെയല്ലേ അയാൾ മരിച്ചത്. അപ്പൊ സഹാബി മനസ്സിലാക്കി ഗൗരവം. ഖാല ഫആദ അലൈഹി, പിറ്റേ ദിവസം ആ 2 ദീനാർ കൊടുത്തോ?